ആർത്തിങ്കപ്പള്ളി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. വാവ്, വേറെ ലെവല് വൈബ്. ഒന്നും പറയാൻ. അപ്പോൾ ഹാർബറിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അർത്തിങ്കപ്പള്ളിയിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും പെരുന്നാളിന്റെ സമയത്ത് നേരെ ഹാർബറിലോട്ടാണ് വരുന്നത്. കാര്യം എന്താ, ഇവിടുത്തെ ആ ലെവൽ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇവിടെ. ഞങ്ങളൊക്കെ ചുമ്മാ എപ്പോഴും വന്ന് ഇവിടെ ഇരിക്കും. പിന്നെ കുറെ എണ്ണങ്ങൾ വെറുതെ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, സങ്കടമുള്ള ടൈം അതുപോലെ. ഓ എന്റെ പൊന്നോ, സൂപ്പർ സൂപ്പർ. പറയാനില്ല, നിങ്ങൾ വന്നിരിക്കണം എന്നാലും മനസ്സിലാവുള്ളൂ. നമ്മുടെ സങ്കടമുള്ള ടൈം, അതുപോലെ നമ്മുടെ മനസ്സ് ഹാപ്പി അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കുക. ശരിക്കും പറഞ്ഞ ഒരു കടലിന്റെ നടുക്കാണെന്നുള്ള രീതിയിൽ തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റും. പോരായ്മ പറയാനുള്ളതാണെങ്കിൽ നമ്മുടെ ഹാർബർ വർഷങ്ങളായി ഇതേ ഒരു ലെവലിൽ കിടക്കുവാണ്. എന്നുവെച്ചാൽ ഈ ഹാർബറും അതുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത ഒരു ഫിഷിംഗ് ഹാർബറാണ് സത്യത്തിൽ. പക്ഷേ ഇതുവരെ ഇതിൻ്റെ പണികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇപ്പം നടുക്ക് ഈ ഇത്രയും ഭാഗത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ ആയാലും എന്താ ഒരു നമ്മളൊരു കടലിൻ്റെ ഉള്ളിൽ നിൽക്കണ ആ ഒരു ഫീലാണ് നമുക്ക്. സത്യമായിട്ടും എന്താ പറയാ, ഒരു നല്ലൊരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ. വന്ന നിങ്ങൾ വരുമ്പോൾ മനസ്സിലാവും. ആർത്തിങ്കപ്പള്ളി വിസിറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. ഹാർബർ എന്തായാലും വന്ന് കാണുക. അത് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്ന ഫിഷിംഗ് ഉണ്ടല്ലോ ഇവിടെ. ഫിഷിംഗ് കണ്ട് ഏറെക്കുറെ ആൾക്കാർ ഇവിടെ ഫിഷ് ചെയ്യാൻ വരുന്ന ഞങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടു. നമുക്ക് എന്തായാലും ഫിഷിംഗ് നോക്കാം. ശിവൻ അവിടെ ഒരു അപ്പൂപ്പൻ ചൂണ്ടിരുന്നോ? ചൂണ്ടയെ കൊണ്ട് സിനിമയ്ക്ക് വരുവാണ് മണ്ട. ശരി, എന്തായാലും അപ്പൂപ്പൻ്റെ അടുത്തുനിന്ന് പോകാം. അപ്പൊ പേരെന്താണ്? ക്രിസ്റ്റോ. ഓക്കെ, അപ്പൂപ്പൻ ഇവിടെയാണ് വീട്? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ വള്ളത്തിൽ പോവാണോ അതോ ടൈം പാസിന് വന്നാണല്ലേ? 14-15 വയസ്സ് തൊട്ട് ഞാൻ ഈ താല്പര്യമുള്ളതാണ്. ഓക്കെ. എനിക്ക് ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. അവിടെ നിന്ന് 2000 തിരിഞ്ഞ് വെള്ളായൊരു കമ്പനിയിലായിരുന്നു. കോമളോടെന്ന് പറയും. എൻ്റെ 2 മക്കള്, ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫ് നേഴ്സ്, ഒന്ന് ഹൈസ്കൂൾ അധ്യാപിക. ഓക്കെ. മകൻ ചെമ്മണ്ണൂർ ജുവലേഴ്സിൽ, മകൻ EC ബുക്സിൻ്റെ ഏജൻസി. അത് ശരി. അപ്പൊ എന്താ പറയാ, അപ്പൊ ധൈര്യമായിട്ട് വന്ന് ചൂണ്ടയിടാം. അതിനും കാലത്തെ പിടിക്കൊണ്ട് വരുന്നില്ല. അത് ശരി, വലിയ മീനുകൾ കിട്ടുമോ? അത് ശരി. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങൾ കഴിയുമ്പോഴേ പുറം കടലിൽ കിടക്കുന്ന വലിയ ജാതി മത്സ്യങ്ങൾ വരും, നമ്മൾ കാണാത്തത് മത്സ്യങ്ങൾ. അതിനായിട്ടുള്ള സെറ്റപ്പിൽ വന്ന് ആൾക്കാർ 5 കിലോ 6 കിലോ തൂക്കമുള്ള മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകും. നമുക്ക് ഈ കോട്ടിൽ നിന്ന് ചൂണ്ടിട്ടാ കിട്ടും. ഇവിടെ ഇതിന്റെ ഇറമ്പ്. ഓക്കെ ഓക്കെ. ഈ കല്ലിന്റെ ഇറമ്പി നിന്ന് മീൻ പിടിക്കാമെന്നാണ് അപ്പം പറയുന്നത്. അതിപ്പോഴല്ല, ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലേ? അതെ, കല്ലൊക്കെ ജാനുവരി ഫെബ്രുവരി അല്ലെങ്കിൽ ഡിസംബർ കഴിയുമ്പോൾ. ഓക്കെ, ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാല് ഈ കല്ലിന്റെ ഇടയ്ക്കൊക്കെ ഇഷ്ടംപോലെ മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ, നമ്മൾ കാണാത്ത വലിയ വലിയ മത്സ്യങ്ങൾ കാണും. നമുക്ക് സുഖമായിട്ട് 5 കിലോ 6 കിലോ ഒക്കെ ഉള്ള മത്സ്യങ്ങൾ സുഖമായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്ത് പിടിക്കാമെന്നാണ് പറയുന്നത്. അത് ഇവിടെ എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്. ഇതിനായിട്ട് ഇപ്പൊ ആ നിൽക്കുന്നവരെല്ലാവരും ചെറുപ്പക്കാരുണ്ടല്ലോ. ചേട്ടാ മീൻ കുടിഞ്ഞ? ഇല്ല, ഈ സമയത്തൊന്നുമില്ല. ഞാൻ ടൈം പാസിന്. ഓക്കെ ഓക്കെ. അപ്പൊ അതെല്ലാം ഒരു മീനൊക്കെ ചെയ്യുമ്പോൾ എത്തി വിടുന്നു, ആൾക്കാരിട്ട് വരുന്നു. ഓ, ഒഴിച്ച്. ചേട്ടാ ഇതിന്റെ സെറ്റപ്പ് എങ്ങനെ? നമ്മള് മീൻ കുടുംബം നമുക്ക് അറിയാൻ പറ്റുമോ ചൂണ്ടയിൽ? തരാൻ ഞാൻ. ഓക്കെ. ഈ സമയമേ വെള്ളം കലങ്ങിണ്ടാക്കിയാണ്. ഓക്കെ, അപ്പൂന്റെ പേര് ക്രിസ്റ്റു അല്ലേ? ക്രിസ്റ്റു അപ്പൂപ്പൻ നമുക്കിപ്പോ മീൻ കിട്ടുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ലൈവായിട്ട് നമുക്ക് മീൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, അത് ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇപ്പൊ പറയുന്നത് ഈ സമയത്ത് മീൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൂപ്പൻ എന്താ പറയാ, ഒരു ചുമ്മാ ഒരു ടൈം പാസിന് വന്നേക്കാം അല്ലേ? ഓക്കെ ഓക്കെ. ഇഷ്ടം പോലെ മീനുകൾ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യും, ചിലപ്പോൾ വിൽക്കുകയും ചെയ്യും. ഓ, നല്ല കാര്യമാണ് അപ്പൂപ്പ. സത്യം പറഞ്ഞാല് ഇഷ്ടം പോലെ മീൻ ചേട്ടൻ്റെ കൂട്ടുകാർക്ക് അതുപോലെ ആൾക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കൊടുത്തിട്ടുണ്ട്, അതാണ് ഇപ്പൊ പറയുന്നത്. ചൂണ്ടയെടുത്തു. പിന്നെ എന്താണ് തീറ്റ എന്താണ്?
ദൂരെന്ന് പറയവേ ആ ആ ആ 100, 150, 200, ആ. 300 രൂപ വിലയുള്ള ചെമ്മിനാണ്. കൃത്രിമ ചെമ്മീൻ അതാണ് നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. അത് അവിടെ ഇടുന്നവരും അത് അധികമാണ്. അത് ശരി. അപ്പൊ അതങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ആ കറക്കുമ്പോഴേ ഒരു പ്രകാശവും പ്രതീക്കൊണ്ട് നടന്നു വരുന്നവർ വരുന്നു. ഓ, ഒരു വലിയ മത്സ്യങ്ങൾ രാത്രി ആ കൊച്ചിയിൽ നിന്നൊരു സെറ്റ് വരികയും ആ ആ ആ ഒരു 2-3 ബുള്ളറ്റും ഒരു വലിയൊരു വണ്ടി. ആ ആ ആ അവർ നമ്മളിവിടെ പിടിച്ച് കറിവെക്കുന്ന മീൻ അവർ കൂടൊക്കെ ഇടുകയാണ്. ചൂണ്ടക്ക് അത് അവർ കോർത്തിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. വലിയ മീൻ. അതെ. അതായത് ഈ നമ്മളത് ഒരു കൊച്ചു വലിപ്പുള്ളക്കാരും ചെറുതാടാന്ന് പറയുള്ളൂ. അതെ. അത്രയും വലിയ മീൻ അതാണ് അവർക്ക് ചെറിയ മീൻ. അത് അവർക്ക്. അതെ. ഓക്കെ, അത് എറിഞ്ഞിട്ട് അവർ വലിയ മീനെ പിടിക്കുന്നത് അല്ലേ? ചെറിയ, അതെ, നമുക്ക് കിട്ടുന്ന വലിയ മീനുകള് ഇവർക്ക് ചെറിയ മീനാണ്. ആ ചെറുതായിട്ടുള്ള വലിയ മീനുകളെ ഇട്ടാണ് വലിയ വലിയ മീനുകളെ പിടിക്കുന്നതെന്നാണ് പറയുന്നത്. അവര് വന്നിട്ട് ഒരു ആൻഡമാൻ നിക്കോബാർ വരെ പോകും. ആ ആ അവര് അതിന്റെ ഒരു കമ്പനി വിട്ടിടക്കാണ് അവര്. അത് ശരി. അപ്പോൾ ശരാശരി ഒരാഴ്ചത്തെ വരുമാനത്തിൽ 30,000-40,000 രൂപ വരുന്നു. ഓ, പൊളിച്ച്. ഒരു നല്ലൊരു വരുമാനം കൂടിയാണ് അവർക്ക്. നമുക്കറിയാൻ പറ്റില്ല, അവർക്ക് അറിയാവുള്ളൂ. കടലിനോട് ഇണങ്ങി ജീവിക്കുന്ന കടലിന്റെ മക്കൾ എന്നൊക്കെ പറയുന്ന പോലെ കടലിനോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അറിയാവുള്ളൂ ഇതിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ, ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. എന്തായാലും ചേട്ടാ, ആ അവർക്ക് കമ്പനി വിടുന്നതാണ് അവര്. ആ ആ ആ ആ എറണാകുളത്തുള്ള വാർത്തയാണ്. അത് ശരി. ഇപ്പൊ അവിടെ ചെന്നാൽ എല്ലാവരും ഈ പരിസരവാസിയായി തോന്നില്ല. പൊന്ത് വെള്ളം. അതെ അതെ അതെ, നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇഷ്ടം പോലെ വള്ളമുണ്ട്. അതായത് ഒരാൾക്ക് മാത്രമേ കടലിൽ പോകാൻ പറ്റുള്ളൂ ആ വള്ളത്തിൽ. അതാണ് ആ വള്ളത്തിന്റെ പ്രത്യേകത അല്ലേ? കരക്കടലാണ്. ആ ആ ആ കരക്കടലാണ്. അവിടെ ചെന്ന് മറിയാണ്. ആ ആ അപ്പൊ അത് കാണുന്നവർക്ക് പോകാൻ പറ്റുന്നില്ല. അത് ശരി. അല്ലെങ്കിൽ ഇവരിവിടെയൊക്കെ വല കയറ്റി ഇന്നും ഉണ്ടായിരുന്നത് ചെമ്മിനും മീനും ഉണ്ടായിരുന്നേ. ഓ ഓ ഓ പക്ഷെ ഉപജീവനം ഇപ്പോഴും 90-92% ആൾക്കാർക്ക് കാണും. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ക്രിസ്റ്റോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഈ ചൂണ്ട എങ്ങനെ ഒന്ന് എറിഞ്ഞു കാണിക്കാവോ? ഓക്കെ, എന്തായാലും നമുക്ക് ക്രിസ്റ്റോ അപ്പൂപ്പൻ എന്തായാലും നമുക്ക് ചൂണ്ട ഇടുന്നത് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. എറിഞ്ഞ് കാണിച്ചു. മറ്റൊരു വീഡിയോ, മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.